ഒന്ന് വലിക്കണം. 2 ഇടിയും കൂടി ബാക്കിയുണ്ട്. പിന്നെ ബെറ്റ് വയ്ക്കാൻ പോയത് മര്യാദ നല്ല ഇടി ഇട്ടൂടാ. ആഹാ വൈകുന്നേരം ഇടിയിടാക്കാതെ കൂടും. നിക്കടാ അവിടെ. നീ എന്ത് നിക്കടാ? നീ ആയിരുന്നാ? എന്താണിത്? രണ്ടുപേരും കൂടെ കള്ളനും പോലീസും കളിക്കണം. അവനൊന്ന് പിടിച്ചിരുത്തി തന്നെടാ. എന്താണ് കാര്യം പറ. എടാ ബെറ്റ് വെച്ചിട്ട് മുങ്ങി നടക്കാണ്. ബെറ്റാ? എന്ത് ബെറ്റ്? അത് ഇന്നലെ കളി ഉണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ ജയിച്ചു 2-1. 2 ഇടി കൂടി ബാക്കിയുണ്ട്. ഇങ്ങോട്ട് വേണം. അയ്യടാ നാണമില്ലല്ലോ രണ്ടിനും കൂടെ പിള്ളേരെ പോലെ ഇടി ഉണ്ടാക്കാൻ. അയ്യ നീ എന്തൊക്കെ പറഞ്ഞില്ല. അവന് നല്ല ഇടി കിട്ടും. കഴിഞ്ഞ മാസം 2 കൂടി പൊങ്കാലിട്ടാണ്. സാമ മര്യാദയ്ക്ക് ഇവിടെ നിന്നു. ചെല്ലട സാമേ, 2 ഇടിയല്ലേ? ശരി ഇടുക്കി. ഇടുക്കി എനിക്ക് വേറെ പണിയുണ്ട്. ഇടിക്കാം. പോളാണെന്ന് നിന്റെ സൗകര്യത്തിന് ഇടിക്കാൻ. ഞാനാണ് നിന്റെ അടിമയാ. കണ്ട ഇത്രയുള്ള കാര്യം. അങ്ങനെയൊന്നുമല്ല. ആരെങ്കിലും വന്നിട്ട് ഇടിക്കുന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാൻ പഠിക്കാൻ അങ്ങനെ ഒരു മൂഡ് കിട്ടില്ല. അതാണ് സത്യം. നിനക്ക് എന്താണ് കുടിക്കാൻ വേണ്ടത്? ചായ വേണോ കാപ്പി വേണോ? അതിന് നിനക്ക് ഉണ്ടാക്കാൻ അറിയും. ബേബി ചേച്ചി പഠിച്ചിട്ടുണ്ട്. ചായ വേണോ കാഫി വേണോ ജ്യൂസ് വേണോ? എന്തായാലും കുഴപ്പമില്ല. ബൂസ്റ്റ് എടുക്കട്ടെ? ബൂസ്റ്റാ? ബൂസ്റ്റ് എടുക്കാം. ഞാൻ പോരാ. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അപ്പൊ എന്താണ് രാവിലെ പരിപാടിയൊക്കെ? എന്താണത്? അത് വെള്ളം തിളപ്പിക്കാൻ വെച്ചതാണ്. പതുക്കെ. അയ്യോ എനിക്ക് ഷുഗർ അധികം വേണ്ട കേട്ടോ. ഷുഗർ കുറച്ച് കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. 4 കേതു 5 ബുധൻ കുജൻ. പത്രമൊക്കെ വായിക്കും. ശുക്രൻ. എടാ ഞാനേ എൻ്റെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം നോക്കായിരുന്നു. 5 കുജൻ ബുധൻ, 11 ശുക്രൻ. അപ്പൊ ഈ മെർക്കുറി വീനസ് സാറ്റേൺ പ്ലൂട്ടോ വരുന്നില്ലേ? ടൂറിന് പോയി കാണുമായിരിക്കും. എടാ ഇത് ജ്യോതിഷമാണ്, ശാസ്ത്രമാണ്. ഇത് പ്രകാരം ഈ മാസത്തെ എൻ്റെ നക്ഷത്രഫലം അനുസരിച്ചിട്ട് വീട്ടിൽ മംഗളകരമായ സാഹചര്യങ്ങൾ നിലനിൽക്കും. വിശേഷപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. സത്യമാണ്. എന്ത് സത്യം? എടാ ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. ഞാനതിൽ പങ്കെടുത്തു. അതൊരു വിശേഷപ്പെട്ട ചടങ്ങല്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ ഈ കോഴിക്കോട് വയനാട് ഭാഗത്തൊക്കെയുള്ള പൂര നക്ഷത്രക്കാർക്ക് ഇതേ ഫലം തന്നെ ആയിരിക്കും? ഏറെക്കുറെ. എന്നിട്ടാണോ ചേട്ടാ അവിടെ കുരുള് പൊട്ടിയ മണ്ണൊലി ശിവന്മാരുടെ വീടൊക്കെ പോയത്? അപ്പം 4 ജില്ലയിലെ ഒരേ നക്ഷത്രക്കാർക്ക് 4 ഫലവും. ഇതൊക്കെ വെറും തട്ടിപ്പാണ്. നിങ്ങളൊന്നും വിശ്വസിക്കല്ലേ. എടാ പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ടവരെ കുറിച്ച് എനിക്ക് സങ്കടമുണ്ട്. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനുമില്ല. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഇത് അച്ചട്ടാണ്. എൻ്റെ ചങ്ങാതി ഇതൊക്കെ എല്ലാവരും പറയുന്ന ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. നിനക്ക് വിശ്വാസം വരികയല്ല, എനിക്കറിയാം. ഇല്ല എടാ ഇത് കണ്ട ആ പോപ്പ് എഴുന്നല്ല, കൈപ്പട്ടു സതീശ എഴുതുന്ന. നീ ഇത് നോക്കും. കഴിഞ്ഞ മാസത്തെ എൻ്റെ നക്ഷത്രഫലമാണ് ഇതിലെഴുതിയിരിക്കുന്ന കണ്ടോ. പൂരം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് മാറ്റം ഉണ്ടാവുകയും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ടുണ്ടായോ? പിന്നെ ഉണ്ടായില്ലേ? ക്യാൻറ്റീനിൽ ബിസിനസ് തുടങ്ങിയില്ലേ? അതുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായില്ലേ? എൻ്റെ പൊന്നു ചേട്ടാ, ഇതൊക്കെ ഒരു തരം കറക്കി കുത്താണ്. കിട്ടിയാ കിട്ടി, പോയാൽ പോയി. ഒരു 100 എണ്ണം പറയുമ്പോൾ അതിനകത്തൊരു 3 എണ്ണം ശരിയാവും. നിങ്ങളെന്നും പറഞ്ഞ് തലയെ പോയിക്കൊണ്ട് നടക്കല്ലേ. എടാ നിനക്ക് കൈപ്പൊട്ടൂരിനെ കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാ. ഒരു ദിവസം എത്ര പേരെ അങ്ങനെ കാണുന്നറിയോ? എവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നറിയോ? അറിയാവോ? ഇല്ല, അറിയില്ല. അറിയരുത്. നീ അങ്ങാണെങ്കിൽ നന്നായി പോയെങ്കിലോ. ചേട്ടാ ഞാൻ അങ്ങനെ ഒരു അവിശ്വാസിയൊന്നുമല്ല. എന്നും പറഞ്ഞ് എന്തു പറഞ്ഞാലും വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അങ്ങേരെ ഒന്ന് പോയി കണ്ടെങ്കിലല്ലേ അറിയാൻ പറ്റൂ. പുള്ളി ഇപ്പോൾ 2 ദിവസത്തിന് അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഏതായാലും പുള്ളിയെ ഒന്ന് പോയി കാണാനുള്ള സമയം ചോദിച്ചിട്ടുണ്ട്. നല്ലത്, പോയി കാണും. ഞാൻ മാത്രമല്ല, നീയും വരുന്നുണ്ട്. ഞാനാ? എന്തിന്? ഞാനങ്ങനെ വരുന്നൊന്നുമില്ല. അപ്പം എൻ്റെ ഒരു ആവശ്യം നീ വരില്ലല്ലേ? അങ്ങനെയല്ല ചേട്ടാ, ഞാനിപ്പോൾ പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തതല്ലേ. ഒരുപാട് പണികളാണ്, ലീവൊന്നും കിട്ടില്ല അങ്ങനെ. എൻ്റെ മോനെ, അതിന് 2 ദിവസമോ 3 ദിവസമോ കഴിഞ്ഞിട്ടല്ല പോകുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് നമ്മളവിടെ ചെല്ലണം. ഇന്ന് ഉച്ചക്കാ? അപ്പൊ എല്ലാവർക്കും ചെങ്ക അറിയാലോ? പിന്നെ അറിയാലോ. എനിക്കറിയാം. ഐശ്വര്യ അപ്പൊ എല്ലാവർക്കും അറിയാലേ? അത് നിനക്കറിയില്ല. ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല. അത് സാരല്ലേ, ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. അപ്പൊ തുടങ്ങാം. തുടങ്ങുന്നു. അതിനു മുമ്പേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? നിന്റെ ചില പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? കള്ളക്കളി. ഞാൻ കള്ളക്കളി ഒന്നും കളിക്കാറില്ല. കളിച്ചു തുടങ്ങട്ടെ. അങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. കുഴപ്പമില്ല. അതെ, അനങ്ങാൻ പാടില്ല. താഴെ പോവാതെ ഇതൊക്കെ അനക്കിയാണ് എടുക്കണേ. അതെ, അനങ്ങെടുത്തിട്ടാ, അനങ്ങാണ്ടിരിക്കണേ. അതെ, പതുക്കെ പതുക്കെ. വേണ്ട.
കോൺസെൻട്രേഷൻ കളയും. അതിൽ മാറ്റി തൊടാൻ നിൽക്കരുത്. അയ്യോ അങ്ങനല്ല, അതന്നെ തുടരുള്ളൂ. നന്നായിട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? കാര്യമില്ല മോളെ. അയ്യോ, ദേ, ദേ, ലക്കി. ആ അയ്യോ, ദേ കൊതു. ദേ ഇവിടെ, ഇവിടെ, ഇവിടെ കൊതു. അതോടെ ഇരുന്നോട്ടെ. ഏയ് ലക്കി, നിന്റെ ഇത് പറഞ്ഞാട്ടെ. എന്ത്? നീ ഇത് കാണുന്നുണ്ടോ? എന്താടാ? ആ നീ കാണൂല, എനിക്കറിയാം. അങ്ങനെ തന്നെ വേണം. എനിക്ക് അപ്പോടെ ഒരു കാര്യം ചോദിക്കണെങ്കിൽ വന്ന് കണ്ടോടോ പൊട്ടക്കണ്ണ, നീ കണ്ടില്ല അവള് ചീറ്റ് ചെയ്തത്? ആ ടേബിളിൽ കപ്പരക്കാൻ ശബ്ദം എനിക്ക് ശേഷം നോക്കാൻ നന്നായിട്ട് അറിയാം. എടാ നീ എന്തെങ്കിലും വഴി പറഞ്ഞ നെക്സ്റ്റ് അവളുടെ ഊഴാണ് കളി തെറ്റിക്കാനായിട്ട്. അത് മോശമല്ലേ? എന്ത് മോശം? എടാ അവള് ഫ്രോഡ് കളിച്ചാൽ നമ്മള് ഫ്രോഡ് കളിക്കും. അതിലൊന്നും ഒരു പ്രശ്നമില്ല. നീ എന്തെങ്കിലും ഒരു വഴി ആലോചിച്ച് നോക്കി. എന്തെങ്കിലും ഒന്ന് കാണില്ലേ? എനിക്കൊന്നും അറിയാൻ പാടില്ല. എടാ മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ ഉണങ്ങിയ പോസ്റ്റിൽ നിന്ന് ദിവ്യക്ക് ലൈൻ വലിക്കുന്നതാരും ഞാൻ DIG പറഞ്ഞു കൊടുക്കുന്ന. പറയല്ലേ? ഞാൻ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയാണ് മോനെ. അതല്ല, അങ്ങനെയൊന്നുമില്ല. മോനെ രാവിലെ കാണുന്നുണ്ട് ഞാൻ നിന്റെ പെർഫോമൻസ്. നിനക്ക് എന്താ വേണ്ടത്? ലക്കി തോപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ വഴിയുണ്ട്. ജോസോട്ടാ, സാധാരണ ഈ ജ്യോത്സ്യന്മാരുടെ വീട്ടിലൊക്കെ ഭിത്തിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിറച്ചും ദൈവങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും. ഈ ജ്യോത്സ്യന് ഇപ്പം നിരീശ്വരവാദി വല്ലതാണ്? നീ ചുമ്മാ ചേർക്ക, ഇങ്ങനെ ചില്ലറക്കാരനല്ല, ത്രികാരജ്ഞാനിയാ. മാങ്ങാത്ത് വലിയാണ് എൻ്റെ ജോസഫേട്ട. ആൾക്കാരോടെ ചന്ദ്രനിൽ ഫ്ലോട്ട് വാങ്ങിക്കാൻ അഡ്വാൻസ് കൊടുത്തു തുടങ്ങി. അപ്പോഴാണ് ത്രികാരജ്ഞാനി. ഏട്ടാ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് അദ്ദേഹം വലിയൊരാളാണ്. വരുന്നുണ്ട് വരുന്നു, കണ്ണാടി കോരടി ചേച്ചി. ഇരിക്കേട്ടാ. വേണ്ട സമയം ഞാനിവിടെ നിന്നോളാം. ചേട്ടാ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്റെ കഴുത്ത് വേണമെങ്കിലേ ഇരിക്കേ. ചേട്ടാ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ സാധാരണക്കാരനെ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് വന്നിങ്ങനെ എൻ്റെ കാലെ വീഴരുത്. ആ പിന്നെ ജ്യോതിഷം അതൊരു ശാസ്ത്രമാണ്. അത് എന്നെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു. ഞാൻ അതിൽ കുറച്ച് കൂടുതൽ പഠിച്ചു, അത്രേ ഉള്ളൂ. എന്നെക്കൊണ്ട് നിങ്ങളുടെ ഭൂതവും ഭാവിയൊന്നും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ചില കണക്കുകൾ, നിഗമനങ്ങൾ, അതൊക്കെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. ചേട്ടൻ ആദ്യം ആ കൈയൊന്ന് താഴെയിടും. ആ ഇദ്ദേഹത്തിൻ്റെ പേരെന്താ? DIG ദീപക് ഇന്ദു ഗോപൻ. ഹലോ, I am K. ഫോർ കൈപ്പട്ടൂർ. ഓ, ജ്യോത്സ്യത്തിൽ അത്ര വിശ്വാസം പോരല്ലേ? അയ്യോ അല്ല, ഇവന് നല്ല വിശ്വാസമുള്ളവനാ. ചേട്ടൻ്റെ പേരെന്താന്ന് പറഞ്ഞേ? ജെഫർ ജോസഫ്. അതെ ജോസഫേട്ടാ, എന്തോ? ഒരു ദിവസം ഞാൻ എത്ര പേരെ കാണുന്നേ. ഇത് വിശ്വാസമുള്ളവരെ ഇല്ലാത്തവരെ എനിക്കെന്താ മനസ്സിലാവില്ല. അല്ലേ DIG? എന്നെ അത്ര വിശ്വാസം പോരല്ലേ? അത്ര പോരാ. സാമേ, ലക്കി നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലേ? ഓ നമ്മള് വീണ്ടും നോക്കും. ശരിയാ. എന്തൊരു സ്മെല്ല്? എന്താ സ്മെല്ല്? ഒരു ബാഡ് സ്മെല്ല് വരുന്നില്ലേ? എനിക്കൊന്നും വരുന്നില്ലല്ലോ. എടാ അത് തോൽവിയുടെ സ്മെല്ലായിരിക്കൂടാ. അവിടെ നിനക്ക് കിട്ടുന്നില്ലടാ. കിട്ടും നന്നായിട്ട് ശ്വസിക്ക്, അഞ്ഞൊലിക്ക്. ചെറുതായിട്ട് കിട്ടുന്ന പോലെ. ആ അപ്പുറത്ത് ആരെങ്കിലും എന്തെങ്കിലും കത്തിക്കുന്നാവും. ഇതെന്തിങ്ങനെ? നീ കളിക്ക് നന്നായിട്ട് കളിക്ക്. ജയിക്കേണ്ട കളിയാർന്ന്. ഇപ്പൊ എന്തായാലും നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി അല്ലടാ സാമേ? എനിക്ക് അങ്ങനെ തോന്നില്ല. ആണോടാ? പക്ഷെ നേരത്തെ കാണാൻ കുറച്ച് നല്ല മണായിട്ട് എനിക്ക് തോന്നുന്നു. വിക്ടറിയുടെ സ്മെല്ല്. എന്ത് പറ്റില്ലക്കി? പറ്റിയെന്ന് സാമ എന്താണ് നിനക്ക് പറ്റിയത്? നീ ഒരുമാതിരി പൊട്ടം കളിക്കല്ലേ?
എനിക്ക് റൂം ഫ്രഷ്നർ അലർജി ആണെന്ന് എനിക്ക് അറിയില്ല അല്ലേ? എനിക്ക് സത്യമായിട്ട് അറിയില്ലടാ. ഇത് ചീറ്റിംഗ് ആണ്. അയ്യടാ, അപ്പൊ നീ കാണിച്ച ചീറ്റിംഗ് അല്ലേ? ഞാൻ എന്ത് അയ്യടാ, ഞാൻ അവിടെ കളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നീ ആ കപ്പിട് തുറച്ചിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്തില്ലേ? പകരത്തിന് പകരം അത്രേ ഉള്ളൂ. എടാ, ആണുങ്ങളായ മാന്യായിട്ട് കളിച്ച് തോപ്പിക്കണടാ. പെണ്ണുങ്ങളായാലും ദിവ്യ ഡോണ്ട് ഷൗട്ട്. വിടറാ, ഞാൻ ഷൗട്ട് ചെയ്യും. ഈടാ, നീ വലിയ മാന്യൊന്നും കാണിക്കണ്ട. നീ അർണോൾഡ് ഗിഫ്റ്റ് ചെയ്ത പൂച്ചട്ടിയില്ലേ, നിന്റെ എക്സ് ബോയ് ഫ്രണ്ട്സിന്റെ പേരല്ല എഴുതി വെച്ചു. നീ വലിയ ശ്രീരാമനൊന്നും ആവണ്ട. എന്ത്? നീ മീനാക്ഷിനെ പ്രപ്പോസ് ചെയ്യാൻ പോണ 1/2 മണിക്കൂർ മുമ്പല്ലേടാ മറ്റേ പെണ്ണായിട്ട് ബ്രേക്കപ്പ് ആക്കിയത്. നിന്റെ ചരിത്രമൊക്കെ എനിക്ക് അറിയാടാ. എടാ സാം, എന്തെങ്കിലും ഒന്ന് പറയണം. വാ പിടിച്ചിരിക്കാണ്ട് ഞാനെന്ത് പറയാ? നീ എന്തെങ്കിലും നീ കൂടുതൽ ഇവിടെ ചിരിക്കണ്ട കേട്ടാ, അല്ലെങ്കിൽ നിന്റെ സ്കൂളിലെ കാര്യം ഞാൻ അവിടെ വിളമ്പും. ആഹാ, എനിക്ക് പറയണം, ഇന്ന് പറയണം. എടാ, നീ ഇവൾക്ക് കുട്ടിയാണെന്നുള്ള പേര് കിട്ടി എങ്ങനെയാണെന്നറിയോ? നീ നേരത്തെ മലക്കം പറഞ്ഞതാ. നിന്റെ കഥ എനിക്ക് അറിയണം. പറയടാ. എടാ, ഓണത്തിന് വടംവലിക്ക് കൊണ്ടുവന്ന ആനയ്ക്ക് വെച്ചിരുന്ന പഴക്കൊല്ലെടുത്ത് ഇവിടെ മുക്കി. മുക്കിയെന്ന് പറഞ്ഞാ മുക്കി എന്ന് പറഞ്ഞ ഇവക്ക് വിശന്നപ്പോ അവളെടുത്ത് മുണുങ്ങി. ഒരു കൊല എല്ലാം ചെറിയ പഴായിരുന്നു. അത് പോട്ടെ. ജോസഫിന് ഇപ്പൊ സമയം നോക്കണം. ജനതീയതിയും സമയം ഓർമ്മയുണ്ടോ? ഞാൻ കുറിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങടുത്തെ നോക്കട്ടെ. സ്വാമി, ഒന്ന് അടുത്തിരുന്നേ. ആ കൈയൊന്ന് കിട്ട്. ചിങ്ങത്തിലെ പൂരം നക്ഷത്രം, പൂരം പിറന്ന പുരുഷൻ. സമയം നല്ലതാണ്. ഈയിടെയായിട്ട് തൊഴിൽ രംഗത്ത് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? അത് നല്ലതാണ്. സാമ്പത്തിക അഭിവൃദ്ധി കാണുന്നുണ്ട്. പിന്നെ ശനിയുടെ അപഹാരം ഉണ്ടായിരുന്ന മാറി വന്നിട്ടുണ്ട്. വിവാഹം നടന്നിട്ടില്ല അല്ലേ? ഇല്ല സ്വാമി. ഇയാൾ താളം പിടിക്കണം. അടുത്ത ചിങ്ങത്തിനുള്ളിൽ മംഗല്യോഗം കാണുന്നുണ്ട്. മനസ്സിൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കും. സത്യമാണോ? അങ്ങനെയാണ് കാണിക്കുന്നത്. ഇയാള് കഴുന്നോളൂ. അത് നടക്കുന്നു. ചുമ്മാ പറയണം. കഴിഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊക്കെ എത്ര കൃത്യമായിട്ട് പറയാൻ പറ്റും? അതങ്ങനെ പറയാൻ പറ്റുമോ DAG? അതെന്താ പറഞ്ഞ? അതൊക്കെ ഒരു ട്രേഡ് സീക്രട്ട് അല്ലേ? അപ്പൊ നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ട്രേഡാണെന്നും ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കുറെ സീക്രട്സ് ഉണ്ടെന്നും അല്ലേ? എല്ലാ ജോലിയും പോലെ ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും ആ ജോലി ചെയ്യുന്നവർക്കും മറ്റേത് ജോലിയും പോലെ ഒരു സീക്രട്ട് ഉണ്ടാവും. അത് ആ ജോലിയിൽ പ്രാവീണ്യമുള്ളവർക്ക് മാത്രം അറിയാവുന്ന ഒരു സീക്രട്ട് ആവും. DIG ഏത് സിനിമകളിൽ ഇൻസ്പയർ ആയിട്ടാണ് കഥകൾ എഴുതുന്നതെന്ന് DIG ആരോടെങ്കിലും പറയാറുണ്ടോ? അയ്യോ, ഇവൻ എഴുത്തുകാരനാണെന്ന് എങ്ങനെ അറിഞ്ഞു? ചുമ്മാ ഷോ. കഴിഞ്ഞ വർഷം ഇവിടുത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു ജ്യോത്സ്യൻ പറഞ്ഞു മഴ കുറവായിരിക്കുന്നു. നമ്മുടെ നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ മഴയാണ് കഴിഞ്ഞ വർഷം പെയ്തത്. അറിയാലോ? പുള്ളിക്കാരനൊരു വാരഫലത്തിൽ പറഞ്ഞാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ആ ആഴ്ച എന്താണ് സാമ്പത്തിക ഉന്നമനം, ഗൃഹപ്രവേശം, ശുഭകാര്യ സൂചന, ഇതൊക്കെയാണ് ഫലം. ഈ മഴക്കാലത്ത് അത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവനും വീടും ഒക്കെ കൺമുമ്പിൽ വെച്ച് കുത്തിയൊലിച്ചു പോയി നഷ്ടപ്പെട്ട 100 കണക്കിന് അശ്വതി നക്ഷത്രക്കാരെ തന്നെ എനിക്ക് പേഴ്സണലി അറിയാം. ആളുകൾ ഇതൊക്കെ പെട്ടെന്ന് മറക്കും, എത്ര അനുഭവിച്ചാലും പഠിക്കുകയും ചെയ്യില്ല. ഞാനും അങ്ങനെ സ്വാമി, എത്ര കിട്ടിയാലും പഠിക്കുക. ഇവനെ കൊണ്ടുവരുന്നതായിരുന്നു ഞാൻ. മോനെ സൂക്ഷിച്ചെടുത്താ മതി. ആശ്വാസം. നമ്മുടെ ഫസ്റ്റ് ഓക്കെ. മോളെ മുത്തേ തട്ടിടല്ലേ. ഷോ, ഇത് നമുക്ക് ജയിച്ചേ പറ്റുള്ളൂ. സൂക്ഷിച്ച്. അടുത്തോ. വീഴില്ലല്ലോ. പതുക്കെ പതുക്കെ. അങ്ങനെ പതുക്കെ പതുക്കെ. സാംബോയ്, നമുക്കിനി പതുക്കെ എടുത്താൽ മതി. ടേക്ക് യുവർ ടൈം. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും 1-2 ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. സൂക്ഷിച്ചെടുക്കണേ. അവനെടുത്തന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള എടുത്താൽ മതി. അപ്പൊ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റൂട്ടാ. ഇളകുന്നത് എടുക്കൂട്ടാ. അതൊക്കെ സൂക്ഷിച്ച്. അയ്യോ
ഓയ് അനങ്ങി അയ്യോ അനങ്ങി അനങ്ങി. സൂക്ഷിച്ചിരുന്നായിട്ടാ. ഈശ്വര മുത്തപ്പ 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 ഇത് പൊട്ടണേ ദൈവമേ മോനെ പോന്നു. ഈശ്വരാ. എടാ എടാ പുല്ലൊരു വരെ മറ്റേ പണി കാണിക്കരുത്. ഞാൻ ശ്രമിച്ചാണ്. എന്ത് ഇനിയിപ്പോ കണ്ടോ നീ അവളോട് കൊടുക്കുന്ന ചാടാ. ഏതോ ഒരു സാം വന്ന ഭൂമി മറച്ചു വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനെന്ത് ചെയ്യണം? ഓരോരുത്തർക്ക് വന്ന് മാറ്റാം. പറ്റില്ലെങ്കിൽ വോക്ക് ഓവർ കൊടുത്തിട്ട് പോണേ. ആഹാ ഇന്ന് ഒരു കളി കൂടി കളിക്കാനുണ്ടാ. ഈ കളിയല്ല വേറെ കളി. വേറെ ഏത് കളി? ചെസ്. കമ്മോൺ രാവി കമ്മോൺ. എന്നാലും ഒത്തിരി നന്ദിയുണ്ട് സതീശൻ സ്വാമി. ഒരു എത്തും പിടിയില്ലാത്ത ജീവിതമായിരുന്നു എൻ്റേതേ. എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അല്ല ഈ ഒറ്റയ്ക്ക് എത്ര കാലം ജീവിക്കുന്നറിയില്ലല്ലോ. ഇപ്പം ഏതായാലും ഒരു തീരുമാനമല്ല. ഒരംഗത്തിനോട് ബാല്യമുണ്ട് ഡി ജി മോനെ. അംഗം വെട്ടാനിയാളാർ ആരോ മത്സ്യകോല. ഞാൻ കണ്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഇനി ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകാൻ ഞാൻ സമ്മതിക്കാമല്ലോ സ്വാമി. എന്ത് ഒന്നും ആ സ്വാമി. ഇനി ഞാൻ എന്തെങ്കിലും പ്രത്യേക വഴിപാടോ വല്ലതും ചെയ്യാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. പിന്നെ വിശ്വാസം ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ. ഓ ഈശ്വരവിശ്വാസിയാണെങ്കിൽ നന്നായി പ്രാർത്ഥിക്കാം. ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചോളാം. പിന്നെ വേറെന്തെങ്കിലും അറിയണ്ടോ ഇനി? ഇല്ല, എനിക്കൊന്നും അറിയണമെന്നില്ല. പിന്നെ ഇവൻ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലേ എടാ എനിക്കൊന്നും അറിയാനില്ല. എഴുന്നേറ്റ് പോവാം. ഒരു ദോഷം. DIG, ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം നടക്കാന്ന് വിചാരിച്ചിട്ട് നടക്കാതെ വന്നാൽ നിരാശപ്പെടേണ്ട. എന്ത് കാര്യം? അതെന്ത് കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ജീവിതത്തിൽ ഒരു നല്ല കാര്യം വൈകാതെ നടക്കും. പ്രതീക്ഷ കൈവിടാതിരിക്കുക. ആ ഒരു നല്ല ദിവസം വരും. നല്ല ദിവസം വരാറായെന്ന് എനിക്കറിയാം. അതിപ്പോൾ നിങ്ങൾ കവടെ നിരത്തി നോക്കി പറയേണ്ട കാര്യമൊന്നും ഇല്ല സ്വാമി. എടാ നിലത്തില്ലടാ ചെറുക്ക, കിടന്ന് തൊള്ളാതെ. സ്വാമി ഇവൻ പറയുന്ന കാര്യമാക്കണ്ട. എങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ശരി, അല്ല ഇപ്പം ഈ ദക്ഷിണ തന്നോളൂ. വീട്ടിലെ അടയ്ക്കാൻ വാങ്ങിക്കാൻ മറന്നുപോയി. ഗൂഗിൾ പേ. ആ, അതാണ് സൗകര്യം. ഓസം. ഇതിലാകുമ്പോ പിന്നെ എന്റെ ബുദ്ധി മാത്രം ഉപയോഗിച്ചാൽ മതിയല്ല. ഇതിലും കൂടി തോറ്റാ പിന്നെ ഈ വർഷത്തെ കായികമേള സമാപിച്ചതായി പ്രഖ്യാപിക്കും മോനെ. അയ്യടാ ഇനി ആരെ നോക്കാൻ പോകുന്നത് കാണാം. അതെ, ചുമ്മാ ഇങ്ങനെ കളിക്കുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. പിന്നെ എന്ത് വേണം? നമുക്ക് ബെറ്റ് വെച്ചാലോ? ആ ബെറ്റ് വയ്ക്കാം. എത്ര രൂപയ്ക്ക്? അത് വേണ ഒരു 500 ആയാലോ? അയ്യടാ 500. ഒരു 5000 ആയിക്കോട്ടെ. അത് വേണോ? ആ അത് വേണം. ആ എന്നാ ആയിക്കോട്ടെ. അയ്യേ നിങ്ങൾ കളിക്കും, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ആ എന്നാ ഞാൻ വരാം. അയ്യടാ അവിടെ ഇരിക്ക്. നീ പോകണ്ട. അവൻ്റെ ഒരു ചായ മനസ്സിലാവണ്ട എനിക്ക്. കളിക്കടാ. അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ? നേരത്തെ ഒരാൾ വാക്ക് ഓവർ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആരാണ് സാമേ? ചത്താലിലേക്ക് വാക്ക് ഓവർ ഇല്ലടാ. തോറ്റെങ്കിൽ സമ്മതിച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ നോക്ക്. എടി നീ എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് ഹലോ മറ്റൊരാളുടെ ഹെൽപ്പോട് കൂടി ഒന്നും ചെയ്യാൻ പറ്റില്ലട്ടോ. ഒറ്റയ്ക്ക് കളിച്ച് ജയിക്കാൻ പറ്റുമെങ്കിൽ മതി. ഇത് കൊള്ളാലോ. അയ്യോ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യൂ? നീ എന്താ? ഒയ്യോ Checkmate. ഒയ്യോ ചേച്ചി. കാശ് എടുക്ക്. ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ തന്നെ വേണം. 5000. ചെറുതാ. അയക്കി. ഇട്ടിട്ടുണ്ട്. കിട്ടിയാ നോക്ക്. ചെലവുണ്ട് കേട്ടോ. അതെനിക്ക് നല്ല ചെലവുണ്ടാ. ഒരു ചോക്ലേറ്റ് എങ്കിലും. ഓക്കെ. നീ എന്ത് പരിപാടി കാണിച്ചത്? ജയിക്കാറുന്ന ആളിയായിരുന്നു. ഇതല്ലേ? തറവാട്ടുളത്തിലേക്കുള്ള സംഭാവന ആയിരിക്കും അല്ലേ? ഇന്ന് കൂട്ടിക്കോ. നീ നല്ലൊരു പ്ലെയറാട്ടാ. നമുക്കൊന്ന് കളിച്ചാലോ? അതിനെന്താണ്? ബെറ്റണ്ട. എൻ്റെ അടുത്ത് 1000 രൂപയൊന്നുമില്ല. വേണ്ട 4 ഇടി ബെറ്റ്.
യോഗ ചെയ്യാം യോഗ. ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഇതല്ലേ ഇതല്ലേ flexibility ഇങ്ങനെ അങ്ങനെ കുറച്ചും കൂടെ കുനിയണം. നന്നായിട്ട് കുനിയണം. ആ ഇത് ഈസി അതെ അതെ ഇങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞ് പുതിയ പ്രേമായ കഥ അല്ല. അപ്പൊ നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് പരസ്പരം മുഴുവൻ ദിവസം ചളിവാരി എറിഞ്ഞ് കളിക്കായിരുന്നല്ലേ? എന്നാലും ഒരു കൊലപ്പഴമൊക്കെ നീ ഒറ്റയ്ക്ക് എങ്ങനെ തിന്നു നിർത്തുമ്പോളെ? അത് DIG സ്കൂളിലാകുമ്പോഴെ കൂടെ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാ. അന്നാണെങ്കിൽ അമ്മാതിരി തടിയായിരുന്നോണ്ട് യുവമാരെല്ലാം കൂടെ വിശ്വസിക്കുകയും ചെയ്തു. സത്യത്തില് ഞാൻ വിശന്നപ്പോ ഒരു 5-6 പഴം കഴിച്ചതുള്ളൂ. സത്യം. പക്ഷേ ലക്കിയുടെ കാര്യമൊക്കെ നാട്ടിൽ പാട്ടാ. ഇപ്പൊ എന്താ ചെയ്യാ? തടിക്കാരാ അത് നീയല്ലടാ കൂവി പാടി നടന്നത്. നീ അവിടെ കിടന്ന് അത്ര ഡീസന്റ് കളിക്കണ്ട. നിന്റെ കഥകളൊന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. എന്ത് കഥ? ബംഗാളി കഥകളൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല ചേട്ടാ. നീ കേക്കണം, ഭയങ്കര തമാശയാണത്. അതങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. എന്നാലും പറയട്ടെ ദിവ്യ, നീ ഇത് കേൾക്കണം. നീ കേട്ടാ ചിരിച്ചിരിച്ച് ചാകും. ഇവൻ ഇവിടെ വരുന്നതിന് മുമ്പ് ബംഗാളികളുടെ കൂടെ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവൻ ഡെയിലി അവിടെ ഇരുന്നിട്ട് അവരോട് ഇവൻ എഴുതിയ കഥകളൊക്കെ പറയും. ഈടാ അത് കേട്ടിട്ട് ഈ ബംഗാളിയെ കൂടി ഇരുന്ന് കൈയടിക്കൂടാ. എന്റെ ദൈവമേ, തമാശ. ഇനി ഞായറാഴ്ചയല്ലേ? ഫോണോടെ അയ്യോ മറന്നുപോയി. മറ്റേ അയ്യോ ഞാൻ പറഞ്ഞില്ലേ ഒട്ടും ഹ്യൂമർ സെൻസ് ഇല്ലാത്തവരാണ്. സമയം എത്രയായി ചേട്ടാ? ആലോചിച്ചോക്കെ. ഒന്നും അറിയാത്ത ഭാഷയൊന്നും മനസ്സിലാവാത്ത 3-4 ആൾക്കാർ ഇങ്ങനത്തെ കഥയും. ഈ പെമ്പിള്ളേർ ശരിയല്ല കേട്ടോ. നമ്മൾ ഒരുമിക്കേണ്ട സമയം കഴിഞ്ഞു.